അതിക്രമം സംഭവം റിപ്പോർട്ട് ചെയ്യാൻ സ്ഥലത്തെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നത്, അക്രമം കാണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ആത്മഹത്യാ കുറിപ്പിലുള്ള വിവരങ്ങളെക്കുറിച്ച് പുറത്ത് അറിയരുത്, ഇല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. BJP അംഗങ്ങളാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ആ കോംപ്ലക്സിൽ നിന്ന് പുറത്താക്കുന്ന, കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ക്യാമറ പിടിച്ചു വാങ്ങുന്നു, മാധ്യമപ്രവർത്തകരെ അസഭ്യം പറയുന്നു, മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അത്തരത്തിൽ അക്രമം കാണിക്കുന്നു മാധ്യമപ്രവർത്തകരോട് BJP. കൗൺസിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സിൽ നിന്നാണ് മാധ്യമപ്രവർത്തകരെ ഇറക്കിവിടുന്നത്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്ന് കരുതേണ്ടി വരും. കാരണം ആത്മഹത്യാക്കുറിപ്പിൽ BJP സാമ്പത്തികമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നത്തിൽ BJP ഇടപെട്ടില്ല എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. പാർട്ടി സഹായിച്ചില്ല, പാർട്ടി ഒരു തരത്തിലും സഹായിച്ചില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ BJP പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് അത് നോക്കി നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശമാണ്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് പോകുന്നു. പോലീസിന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ക്യാമറ പിടിച്ചു വാങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തത്. BJPക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആത്മഹത്യയുണ്ടായിരിക്കുന്നത്. BJP സഹായിച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ BJP സഹായിച്ചില്ല. BJP ആ വിഷയത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത്, ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ BJP എങ്ങനെ കാരണമായി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും VP സഫ്വാൻ ചേരുന്നുണ്ട്. സഫ്വാൻ, എന്താണ് അവിടെ നിന്ന് നമ്മളെയാണോ പുറത്താക്കിയത്? ധന്യ, നമ്മൾ ഒരു 10:30 കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത്. ആ സമയം തന്നെ BJP നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു തരത്തിൽ BJP കൗൺസിലർ വരെ ഇത്തരത്തിൽ BJP നേതാക്കൾ വരെ ഉണ്ടാവുന്ന ഒരു തരത്തിലുണ്ടായിരുന്നു. എന്നാൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്ന വിധത്തിൽ മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ക്യാമറ വലിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഇവിടുന്ന് ലഭിച്ച പോലീസിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുന്ന് പ്രവർത്തകരിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. പോലീസ് ഇടപെട്ടില്ലേ സഫാൻ? നമ്മളെ ഇത്തരത്തിൽ ആക്രോശിക്കുന്ന, ഇല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടും പോലീസ് എന്ത് നോക്കി നിൽക്കുന്നു? ഈ വിവരങ്ങൾ നൽകുമ്പോൾ തന്നെ ഈ കുറച്ച് BJP പ്രവർത്തകർ ഇങ്ങോട്ട് ആക്രോശിച്ച് പോലീസ് നമ്മുടെ ക്യാമറ പോലും വലിച്ചേക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇതിന് ഒരുക്കുവാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പുറകിൽ നിൽക്കുന്ന BJPക്കാരൻ നോക്കി നിൽക്കുന്നത് അവർക്കെതിരെ സംസാരിച്ചാൽ ആക്രമിക്കാമെന്നതാണോ ഉദ്ദേശിക്കുന്നത്? ധന്യ, നമ്മൾ കൃത്യമായി ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരങ്ങൾ
വെരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഇതിനപ്പുറത്തേക്ക് ഒരു കൗൺസിലറാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. അത്രയധികം ബി.ജെ.പിയുടെ പ്രവർത്തകർ അങ്ങോട്ട് എത്തിച്ചേരുന്നു. മാധ്യമങ്ങൾക്ക് നേരെ കൈ ഉയർത്തുന്നു, ആക്രോശിക്കുന്നു, ഇറങ്ങിപ്പോകാൻ പറയുന്നു, ക്യാമറ പിടിച്ചു വലിക്കുന്നു, മൈക്ക് തട്ടിത്തെറിപ്പിക്കുന്നു, മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമം കാണിക്കുന്നു. ബി.ജെ.പി പ്രവർത്തകർ കൗൺസിലർ മരിച്ചതുമായി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് തിരുമല വാർഡ് കൗൺസിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സിൽ നിന്ന് മാധ്യമ പ്രവർത്തകരോട് അതിക്രമം കാണിച്ചിരിക്കുന്നത്. കൗൺസിലർ മരിച്ച കാര്യത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു, മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി, അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് എഴുതി വെച്ചാണ് കൗൺസിലർ അനിൽ ആത്മഹത്യ ചെയ്യുന്നത്. അത് ബി.ജെ.പി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്ന് ആ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ബി.ജെ.പിയുടെ അംഗങ്ങൾ, പ്രവർത്തകർ അവിടെ വന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുന്നത്.